അനന്തമജ്ഞാതം അവർണ്ണനീയം ഈ ലോകഗോളം തിരിയുന്ന മാർഗം അതിങ്കലെങ്ങാണ്ട് ഒരു കോണിലിരുന്ന് നോക്കുന്നവർക്കും കഥയത് കണ്ടു എന്ന് നാലപ്പാട്ട് നാരായണ മേനോന്റെ ഒരു കവിതയുണ്ട്. നമ്മൾ ഭൂമിയെ പ്രപഞ്ചത്തെക്കുറിച്ചൊക്കെ നാസയും അല്ലെങ്കിൽ മറ്റ് സ്ഥാപനങ്ങളും സ്പേസ് റിസർച്ച് ഇപ്പോൾ നമ്മുടെ എലോൺ മസ്കിന്റെ പോലും ഉണ്ട് സ്പേസ് റിസർച്ച് ഏജൻസികൾ പഠനം നടത്തുന്നത് പലപ്പോഴും ലൈറ്റ് അയച്ചിട്ടാണ്. ലൈറ്റ് എത്തുന്ന സ്ഥലം വരെയുള്ള ഇപ്പോൾ 69 ബില്യൺ ലൈറ്റ് ഇയേഴ്സ് വരെയുള്ള പഠനങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ അപ്പുറത്തോട്ടൊന്നും നമുക്ക് ലൈറ്റ് ഇയർ അയച്ചിട്ട് പഠനങ്ങൾ നടത്താൻ സാധ്യതയില്ല. ലൈറ്റ് ഇയർ എന്നൊക്കെ നിങ്ങൾ കയറി നോക്കിയാൽ മതി. ലൈറ്റ് ഇയർ എന്താണ് 69 ബില്യൺ. അപ്പോൾ 69 ബില്യൺ ലൈറ്റ് ഇയേഴ്സ് നമ്മൾ പഠനത്തിനായിട്ട് ചെന്നപ്പോൾ 2 ട്രില്യൺ ഗാലക്സീസ്, നമ്മളൊരു ഗാലക്സിയാണ്, അതുപോലെ 2 ട്രില്യൺ ഗാലക്സീസ് വരെയുള്ള സ്ഥലങ്ങൾ എത്തിയിട്ടുണ്ട്. ഇതെല്ലാം ക്ഷീരപഥങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത്. നമ്മുടെ ഗാലക്സി ഉൾപ്പെടുന്ന ക്ഷീരപഥത്തിലെ കാര്യം നോക്കിയാൽ ഭൂമിയെ പോലെ ഏകദേശം 40 ബില്യൺ ഗ്രഹങ്ങൾ, ഭൂമിയുടെ അതേപോലുള്ള 40 ബില്യൺ ഗ്രഹങ്ങളുണ്ട്. അപ്പോൾ അത് ഒരു റയർ എർത്ത് ഹൈപ്പോത്തിസിസ് എന്ന് പറഞ്ഞൊരു പഠനം നടക്കുന്നുണ്ട്. റയർ എർത്ത്, ഭൂമിയിൽ മാത്രമാണോ ജീവനുള്ളതെന്നുള്ള പഠനമാണ്. അപ്പം നമ്മൾ നോക്കിയാൽ ഭൂമിയിൽ മാത്രമുള്ള ഭൂമിയെ പോലെ നമ്മുടെ ക്ഷീരപഥത്തിൽ തന്നെ 40 ബില്യൺ എന്ന് പറയുമ്പോൾ 4000 കോടി എന്ന് വെച്ചാൽ ഒരു മനുഷ്യൻ നിന്ന് എണ്ണുകയാണെങ്കിൽ 1-2 എണ്ണുകയാണെങ്കിൽ ഏകദേശം 1000 വർഷം എടുക്കും ഈ 40 ബില്യൺ അല്ലെങ്കിൽ ഇത് 4000 കോടി ഗ്രഹങ്ങൾ എണ്ണി തന്നെ ഭൂമിയെ പോലെ നമ്മുടെ ശരീരത്തിൽ തന്നെ ഇത്രയുള്ളപ്പോൾ. അപ്പോൾ അവിടെയൊക്കെ നമുക്ക് ജീവൻ ആവശ്യമായത് ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ്, നൈട്രജൻ, മറ്റു ചില മൂലകങ്ങളൊക്കെ ഇതെല്ലാം ഈ ഗ്രഹങ്ങളിൽ ഉണ്ടെന്നുള്ളതാണ് ഏകദേശം 1-2 ഒക്കെ എക്സ്കവേറ്റ് ചെയ്തപ്പോൾ കണ്ടെത്തിയത്. അപ്പോൾ അവിടെയൊക്കെ ജീവൻ്റെ സാധ്യതകളുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ ചിന്തിച്ചാൽ മതി. ജീവൻ്റെ സാധ്യതകൾ തീർച്ചയായിട്ടും ഉണ്ടാകും. ഭൂമിയെ പോലെ നമ്മുടെ ക്ഷീരപഥത്തിൽ തന്നെ 4000 കോടി ഉള്ളപ്പോൾ അവിടെ ജീവൻ ഇല്ലാതിരിക്കാൻ സാധ്യതയില്ല എന്നുള്ളതാണ് പഠനങ്ങൾ. പലപ്പോഴും അമേരിക്കൻ പ്രസിഡന്റുമാർ ഇങ്ങനെ ഹാൻഡ് ഓവർ ചെയ്ത് പോകുമ്പോഴത്തേക്കും അവരുടെ ഈ അന്യഗ്രഹ ജീവികളെക്കുറിച്ചുള്ള പഠനങ്ങളുടെയൊക്കെ ഒരു പെട്ടി ഒരു രഹസ്യാത്മകമായ കാര്യങ്ങൾ പ്രസിഡന്റ് കൈമാറുന്നുണ്ട്. അവർക്ക് ചില പ്രത്യേക റെജിസ്ട്രേഷനുകളുണ്ടെന്നൊക്കെ ഞാൻ വായിച്ചു കേട്ടിട്ടുണ്ട്, അറിയില്ല. അപ്പോൾ അന്യഗ്രഹ ജീവികളെക്കുറിച്ചുള്ള പഠനങ്ങൾ നടക്കുന്നുണ്ട്. നമ്മൾ മാത്രമാണ് ഈ ഭൂമിയിലുള്ളതെന്ന് ചോദിച്ചാൽ ജീവൻ്റെ തുടിപ്പുകൾ നമ്മളെക്കാട്ടിൽ ബുദ്ധി കൂടിയ, ഇൻ്റലിജൻഷ്യ കൂടിയ ജീവികൾ ഭൂമിയുടെ പല ഭാഗത്തും ഈ നമ്മുടെ ക്ഷീരപഥത്തിൽ പോലും അത് 2 ട്രില്യൺ വേറെ കിടപ്പുണ്ട്. നമ്മുടെ ലൈറ്റ് ഇയേഴ്സ് തന്നെ അപ്പോൾ നമ്മൾ പ്രപഞ്ചം എത്ര വിസ്തൃതമാണ്. നമ്മൾ രാത്രി കാണുന്ന ഒരു നക്ഷത്രം എന്ന് പറഞ്ഞാൽ എത്രയോ ലൈറ്റ് ഇയേഴ്സ് അകലെയാണ്. അനേകം നക്ഷത്രങ്ങൾ വാരി വിതറിയിട്ടിരിക്കും. അപ്പോൾ നമ്മുടെയൊക്കെ അഹന്തകളും ഒക്കെ അസ്തമിക്കാൻ ഈ ഒരു വലിയ പ്രപഞ്ചത്തിൻ്റെ ബൃഹത്തായ കാര്യം ചിന്തിച്ചാൽ മാത്രം മതി. നമ്മളൊക്കെ ഒരു നിമിഷ കണങ്ങളായിട്ട് പോകുന്ന ONV കുറിപ്പ് പാടി പോലെ നിമിഷ കണങ്ങൾ, മറ്റൊരു ഞാനും മറ്റും ഈ കനകക്കണ്ണികൾ പോലെ നിമിഷ ജീവികളായിട്ട് കടന്നു പോകുന്ന നമുക്ക് ഇതിൻ്റെ ബൃഹത്തായ കാര്യങ്ങളെക്കുറിച്ചും ചിന്തിക്കാൻ നമുക്ക് കൺസീവ് ചെയ്യാൻ പോലും കഴിയുകയില്ല എന്നുള്ളതാണ്. നിങ്ങൾക്ക് എന്താണ് ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം? നിങ്ങളിതിനെ ഒന്ന് കമൻ്റായിട്ട് രേഖപ്പെടുക. എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക. ഒരുപാട് ആയിരക്കണക്കിന് വീഡിയോസ് ഞാനിങ്ങനെ ഓരോ ദിവസവും ചെറിയ ബിറ്റ്സ് ആൻഡ് പീസസ് ആയിട്ട് ചെയ്യുന്നുണ്ട്. സബ്സ്ക്രൈബ് ചെയ്യാനുള്ള ഒരു സബ്സ്ക്രൈബ്